വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തനവും ഞങ്ങൾ നോക്കിക്കണ്ടത്. അന്തരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഈ കെട്ടിടം പണി പൂർത്തിയാക്കി ഇതിൽ കയറി പ്രവർത്തിക്കണം എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. പക്ഷേ എങ്കിൽ പോലും AKG സെൻറ്റർ എന്നും ഒരു പഠന ഗവേഷണ കേന്ദ്രമായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അതാണ് താനും. അപ്പോൾ അവിടെ നിന്ന് ഒരു പാർട്ടി ഓഫീസ് എന്നുള്ള നിലയിലേക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ ആസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്ക് പഠന ഗവേഷണ കേന്ദ്രത്തെ കാണാൻ കഴിയില്ല. ആ സന്ദർഭത്തിലാണ് കേരളത്തിലെ എല്ലാ 5 ലക്ഷത്തോളം വരുന്ന പാർട്ടി മെമ്പർമാരിൽ നിന്ന് നല്ലൊരു തുക കളക്ട് ചെയ്ത് ഇത്തരമൊരു കെട്ടിടം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. നല്ല ഒരു അനുഭവമായിരുന്നു അത് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാക്കൾ മുതൽ താഴെ മെമ്പർമാർ വരെ പണം ശേഖരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. ഏതായാലും അതിൽ വളരെയേറെ അഭിമാനമുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികത്വത്തിൻ്റെയും അതീവ പ്രാധാന്യമുള്ള വികാസം വന്ന ഈ കാലഘട്ടത്തിൽ അതിനനുയോജ്യമായ വിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി പരിമിതമാണെങ്കിൽ പോലും ഇനിയൊരു 100-200 വർഷക്കാലത്തേക്ക് പ്രവർത്തിക്കാൻ തക്ക വിധത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു നല്ല 9 നില കെട്ടിടമാണ്. വളരെയേറെ അഭിമാനമുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ രൂപത്തിലുള്ള ഒരു നല്ല ബഹുനില കെട്ടിടം പണിയാൻ എത്ര സംഘടനയ്ക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്ന് മാത്രമേ അതിന് ഉത്തരം പറയാൻ കഴിയൂ. ഏതായാലും CPM-ന് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവരുടെ പ്രതീക്ഷകൾ പൂവണിയാൻ അവരെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അവരുടെ പ്രസ്ഥാനമായ CPIM-ൻ്റെ ആസ്ഥാനം എന്നുള്ള നിലയിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPIM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഖാവ് പിണറായിയാണ്. അതിൽ മാത്രമല്ല പാർട്ടി ജനറൽ സെക്രട്ടറി ആദ്യമായിട്ട് EMS-ന് ശേഷം വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സഖാവ് MA ബേബിയാണ്. ബേബിയുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ MV ഗോവിന്ദൻ മാസ്റ്റർ നമ്മുടെ പാർട്ടി സെക്രട്ടറി ഉണ്ട്. ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ ഉദ്ഘാടനം. ഇതൊരു വലിയ ജനകീയ പരിപാടിയായിട്ട് മാറാൻ പോവുകയാണ്. AKG ഹാളിൽ വെച്ചാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് ശേഷമുള്ള പരിപാടി നടക്കുന്നത്. ഇത് തീർച്ചയായും എന്നും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓർക്കാൻ തക്ക വിധത്തിലുള്ള പ്രാധാന്യം ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിനുണ്ട് എന്നാണ് വളരെ അഭിമാനത്തോടു കൂടി ഞാനിത് കാണുകയാണ്.